നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എടി, അവര് തമ്മിൽ പരിചയപ്പെടുകയാണെന്ന് തോന്നുന്നു. പൊന്നു ബ്രോ, താങ്കൾ എന്തെങ്കിലും ഒരിക്കൽ നേരിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തിനാ? എന്റെ പൊന്നു ബ്രോ, അതുപോലൊരു രക്തയക്ഷിയെ കണ്ട് പ്രേമിക്കാനും ഇഷ്ടപ്പെടാനും ഒക്കെ നിനക്ക് എങ്ങനെ തോന്നിയത്? അതിപ്പോ എടി, നിന്റെ കാര്യ പറയുന്നേ. രക്തയക്ഷി എന്നൊക്കെ പറയുന്നു. ഉള്ളിലെന്താണെന്ന് നമുക്കറിയില്ലല്ലോ. പുറമേ കാണാൻ വലിയ തിരക്കേടില്ലായിരുന്നു. അയ്യാടാ, എവിടെന്ന്? മത്തങ്ങയുടെ മേലെ മച്ചിങ്ങ വെച്ച് കണക്ക് രണ്ട് കണ്ണും ഊള ചിരിയും വാങ്ങിയ ഒരു മൊഴിയും. ഇയാൾക്കെന്താ കണ്ണില്ലേടോ ഇയാൾക്ക്? അയ്യോ, നിന്റെ കാര്യം തന്നെയാ പറയുന്നത്. എനിക്ക് ഉറപ്പാ. കഷ്ടം. പേഷ്യന്റിനൊപ്പം വന്ന ആളെ ഡോക്ടർ അന്വേഷിക്കുന്നു. ഞാൻ വരാം സിസ്റ്റർ. നിങ്ങൾ പേഷ്യന്റിന്റെ ആരാ? ഞാൻ അവളുടെ ഹസ്ബൻഡ് സിസ്റ്റർ. നിങ്ങൾ അകത്തേക്ക് വരും. എന്നാ ഓരോരുത്തരുടെ ഓരോ വിധിയെ. അപ്പോ ശ്യാമിക്കാണോ ആക്സിഡന്റ് ആയത്? പിന്നല്ലാതെ വേറെ ആരാ? എടി, നിന്റെ സൗന്ദര്യം കണ്ട അവൻ നിന്റെ പിന്നാലെ കൂടിയതെന്നായിരുന്നു എന്റെ സംശയം. അതും അല്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. പിന്നെ എന്താ? അമ്മ പണമായിരിക്കും. ആ, സാധ്യതയുണ്ട്. പക്ഷേ അത് മാത്രമല്ലടി. പണം ഉന്ന വിട്ടിട്ടാണെങ്കിൽ ഈ നാട്ടിൽ എത്രയോ സമ്പന്നരുണ്ട്. നിന്നെക്കാൾ സുന്ദരികളും ഉണ്ട്. അല്ല, അവന്റെ കാഴ്ചപ്പാടില്ലേ. നിന്നെ മാത്രം ടാർഗറ്റ് ചെയ്ത് സമർത്ഥമായി ഒരു നാടകം കളിക്കുകയായിരുന്നു അവൻ. നീയുമായി യാതൊരു മുൻപരിചയമില്ലാത്ത ഒരുത്തൻ അങ്ങനൊരു നാടകം കളിക്കണമെങ്കിൽ തീർച്ചയായും അവന് പിന്നിൽ ആരോ ഉണ്ട്. ആരോ ചരട് വലിക്കുന്നതിനൊപ്പം ആടുന്ന ഒരു കളിപ്പാവം മാത്രമാണവൻ. അത് ആരായിരിക്കും? അതെന്തിനാ അമ്മ ഇത്ര ആലോചിച്ച് തലപോവയ്ക്കുന്നേ? നേരെ മുന്നിലിരിക്കല്ലേ അവൻ. അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. അമ്മേ, ഈ മാരണങ്ങൾ എങ്ങനെ ഇവിടെ വന്നേ? എടി, ശാലിനിയുടെ അനിയത്തി ശ്യാമയല്ലേ അകത്ത് ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നത്? ആ, അത് ശരിയാണല്ലോ. വിഷ്ണുട്ടാ, അമ്മേ, ഇവർ തമ്മിൽ എങ്ങനെ പരിചയം? ഞാനല്ല അവരെ തമ്മിൽ പരിചയപ്പെടുത്തിയത്. ജഗദീപേ, ശ്യാമയ്ക്ക് എന്താ പറ്റിയേ? ബ്രോ, എന്റെ വണ്ടി തട്ടിയതാ. പക്ഷെ സത്യമായിട്ടും കുഴപ്പമില്ല കേട്ടോ. ഇതാണ് ഇത്. എല്ലാ വണ്ടിക്കാരും പറയുന്ന പോലെ അല്ല കേട്ടോ. ശ്യാമ എന്റെ വണ്ടിയുടെ മുമ്പിലേക്ക് എടുത്ത് ചാടിയതാ. ശ്യാമ കാറിന് മുന്നിലേക്ക് എടുത്തു ചാടിയെന്നോ? ആന്ന് പറയാനാണെങ്കിൽ കഥകൾ കുറച്ചുണ്ട്. വിഷ്ണുട്ടാ, എന്നിട്ട് അവൾക്ക് എങ്ങനെയുണ്ട്? പുറമേ അങ്ങനെ പരിക്കൊന്നുമില്ല, ഒബ്സർവേഷനില്ല. വിഷ്ണുട്ടാ, എനിക്ക് അവളെ ഒന്ന് കാണണം. കാണാം. എന്തായാലും ഇപ്പൊ വേണ്ട, അകത്ത് രോഹിതുണ്ട്. എടോ ജഗദീപ്, ഇതിപ്പോ എങ്ങനെ സംഭവിച്ചേ? എങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാ രോഹിത് പറഞ്ഞിട്ടുള്ള ഒരു അറിവാണേ. നമുക്ക് പിരിയാം രോഹിത്. അമ്പലത്തിൽ വെച്ച് അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും ഞാനും ദീപക്കുമായി കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ശ്യാമയ്ക്ക് ഇനി ഒരിക്കലും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനാവില്ല. അച്ഛനും അമ്മയും എനിക്ക് പുതിയൊരു ബന്ധം ഉറപ്പിച്ചു. നീ ചത്താലും ജീവിച്ചാലും സമാധാനം പറയേണ്ടത് ഞാനാ. ഞാൻ ചത്താലും താനെ സമാധാനം പറയണ്ട അല്ലേ? എന്നാ പറയാൻ തയ്യാറായിക്കോ.
കഥയിൽ ഭയങ്കര ട്വിസ്റ്റ് ആണല്ലോടി. അതാ അമ്മ ഞാനും ആലോചിക്കുന്നേ. ഇതെങ്ങനെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ആലോചിക്കാം. എന്നെ ഈ നിൽക്കുന്ന മരത്തണ്ടി കെട്ടിയെങ്കിലും ഒരു കാര്യത്തിൽ എനിക്ക് സമാധാനമായി അമ്മേ. ഉം. രോഹിത്തിന്റെ ജീവിതം ഇങ്ങനെ കട്ടപ്പുകയായല്ലോ. അവന്റെ പുതിയ കെട്ടിയോള് ശ്യാമ പഴയ കാമുകിനെ ഓർത്ത് കെട്ടിത്തൂങ്ങി ചാവോ വിഷം അടിക്കോ ചെയ്തോളൂ. ഉം. ഇല്ല, അവരൊരിക്കലും ഭാര്യ ഭർത്താക്കന്മാരായി സന്തോഷത്തോടെ ജീവിക്കില്ല. അതൊരു സന്തോഷ വാർത്ത തന്നെയാ. എങ്കിലും ആ കാര്യം നമുക്കൊന്നുകൂടൊന്ന് ഉറപ്പുവരുത്തണം. ശ്യാമ വീണ്ടും ദീപകിനെ അന്വേഷിച്ചു പോയിന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ല, രോഹിത് എങ്ങനെ ഇക്കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിന്നോട് പറഞ്ഞ്? എന്റെ ആശാനെ ഒന്നാമത് തട്ടിയത് ഞാൻ ഓടിച്ചിരുന്ന വണ്ടിയാ. രണ്ടാമത് ഞങ്ങൾ തമ്മിലിപ്പോ വേറൊരു ബന്ധവും കൂടെ ഉണ്ടേ. എന്താ വിഷ്ണുട്ടാ, എന്താ രണ്ടുപേരും കൂടി ഒരു കഥകളി? എടോ, ഇയാള് പണി പറ്റിച്ചടോ. സുസ്മിത സത്യം? എന്നായിരുന്നു? താണ്ട ഇന്ന് ഇപ്പൊ. എടോ, കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറ. ചെറക്കൽ രാമചന്ദ്രന്റെയും ശശികലയുടെയും മേഘമകൻ ജഗദീപ് കുമാർ രജിസ്റ്റർ വിവാഹം കഴിച്ച സുസ്മിത രാജശേഖരൻ. പെണ്ണുപിള്ളെ, ചിറക്കൽ രാമചന്ദ്രൻ എന്ന് പറയുന്നത് ഞാനാ. ഇതെന്റെ മകൻ ജഗദീപ്. സൂക്ഷിക്കണം. അപ്പൊ നമ്മൾ വിരിച്ച വലയില് അവള് വന്ന് വീണു. അമ്മേ, അമ്മേ, അമ്മ ഇതൊന്നും കാണുന്നില്ലേ? ജഗദീപ് ഇതൊക്കെയും ചെയ്തത് വിഷ്ണുവേട്ടന്റെ ചതിയിലൂടെയാണെന്ന് മനസ്സിലായിടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.